ഞാൻ അധ്യാപികയായിരുന്നു. അപ്പോൾ കുറേ കാലം ഈ പറയുന്ന പോലെ സാമ്പത്തിക ശാസ്ത്രം കുട്ടികളെ പഠിപ്പിച്ചു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണലിസവും അധ്യാപനവും കറക്റ്റീവ് ഫോഴ്സസ് ആണ്. സമൂഹത്തെ തിരുത്തുക അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സമൂഹത്തിന് നല്ല കുട്ടികളായി വളർത്തുക എന്ന് പറയുന്നത് അധ്യാപനത്തിൽ ചെയ്യുന്നു. മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടി ഒരു ലാർജ് സ്കെയിലിൽ സമൂഹത്തിൽ ഈ കറക്റ്റീവ് ഫോഴ്സായിട്ട് തീരുന്നു. അപ്പോൾ അധ്യാപനം ഞാൻ കുറേ വർഷങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആ തുടക്കത്തിൽ പഠിപ്പിക്കുന്ന സിലബസ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഒരേ ക്വസ്റ്റ്യൻസ്, ഒരേ ആൻസേഴ്സ് കുട്ടികളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ഈ ഒരു ആവർത്തന വിരസതയുണ്ടല്ലോ. പക്ഷെ മാധ്യമപ്രവർത്തനത്തിൽ ആ ഒരു ആവർത്തന വിരസതയിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ വാർത്തകളാണ് വരുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഒരു 30 കുട്ടികളായിരിക്കും, അടുത്ത വർഷവും വീണ്ടും 30 കുട്ടികൾ, പല ഡിവിഷനിൽ ഒരുപാട് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും. പക്ഷേ ഒരു ലാർജ് സ്കെയിൽ സമൂഹത്തിന് നല്ലതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കുമല്ലോ എന്നുള്ള തോന്നലിലാണ് അധ്യാപനം പാതി വഴിയിൽ ഒന്ന് നിർത്തിയിട്ട്, ഉപേക്ഷിച്ചിട്ടെന്ന് ഞാൻ പറയില്ല. എപ്പോഴും നമ്മുടെ അക്കാഡമിക് ഫീൽഡ് നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖം നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ അത് നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു കുറച്ച് നാളൂടെ കഴിയുമ്പോൾ അത്തരത്തിലൊരു അക്കാദമിക മേഖലയിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളൊരു സാധ്യതയും ഇല്ലാതില്ല.